2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ മത്സരം കഴിഞ്ഞതിന് പിന്നാലെ സഞ്ജു സാംസൺ ഗ്രൗണ്ടിൽ മുട്ടുകുത്തി കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ചിത്രം പങ്കുവച്ച് അമ്മ ലിജി വാട്സപ്പ് സ്റ്റാറ്റസിൽ കുറിച്ചു. പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി ഭവിച്ചു, ദൈവത്തിന് സ്തുതി. ബൈബിളിലെ ഈ സങ്കീർത്തന വാക്യം മകൻ്റെ ജീവിതവുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുവെന്ന് മറ്റാരേക്കാളും നന്നായി അറിയാം ഈ അമ്മയ്ക്ക്. ഇന്നലെ രാവിലെ അമ്മയുടെ ഫോണിലേക്ക് സഞ്ജുവിൻ്റെ സന്ദേശമെത്തി. നന്ദി അമ്മ, ഈ ജീവിതം തന്നതിന്. ലോകകപ്പിന് തൊട്ടു മുൻപ് ന്യൂസിലൻഡിനെതിരായ 2020 പരമ്പരയിലെ 5 മത്സരങ്ങളിലും തിളങ്ങാനാകാതെ പോയ സഞ്ജു ആകെ നിരാശയനായിരുന്നു. ഇന്ത്യൻ ടീമിലെ സാധ്യതകൾ മങ്ങിയെന്ന് ചിന്തിച്ച നിമിഷങ്ങളിലും അമ്മ മകനോട് പറഞ്ഞത് ഒന്നും അവസാനിച്ചിട്ടില്ലെന്നും നീ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ എന്നുമായിരുന്നു. ആ അമ്മ വാക്കിൻ്റെ കരുത്തിൽ സഞ്ജു തീവ്ര പരിശീലനത്തിൽ മുഴുകിയപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും വകവയ്ക്കാതെ കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള ദേവാലയങ്ങളിലൂടെ മനമുരുകിയ പ്രാർത്ഥനകളുമായി തീർത്ഥാടനത്തിലായിരുന്നു ലിജി. തന്നെപ്പോലെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ പ്രാർത്ഥനയാണ് സഞ്ജുവിൻ്റെ ഈ ഗംഭീര മടങ്ങിവരവിനെ കരുത്തായതെന്ന് ലിജി ഉറച്ചു വിശ്വസിക്കുന്നു. വെസ്റ്റ് ഇൻഡീസിനും ഇംഗ്ലണ്ടിനുമെതിരായ മകൻ്റെ ഉജ്ജ്വല പ്രകടനങ്ങൾ ആശുപത്രി കിടക്കയിലാണ് ലിജി കണ്ടത്. ഫൈനലിന് മുൻപാണ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് നേടി വീട്ടിലെത്തിയത്. സഞ്ജു യഥാർത്ഥ മികവ് ലോകത്തിന് മുൻപിൽ തെളിയിച്ചു കഴിഞ്ഞെന്നും ഇതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ലെന്നും പിതാവ് സാംസൺ വിശ്വനാഥൻ പറയുന്നു. 2 ആൺമക്കളെയും ക്രിക്കറ്റ് താരങ്ങളായി വളർത്തിയെടുക്കുവാൻ ഡൽഹി പോലീസിലെ ജോലി ഉപേക്ഷിച്ച ആളാണ് ഫുട്ബോൾ താരമായ സാംസൺ. 11 വയസ്സുള്ളപ്പോൾ സഞ്ജു ഡൽഹി ഹീറോസ് കോട്ട്ല സ്റ്റേഡിയത്തിൽ നടന്ന സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുത്ത് നല്ല പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും തഴയപ്പെട്ടു. സങ്കടപ്പെട്ട് കരഞ്ഞ അവനോട് ഞാൻ പറഞ്ഞത് നിരാശപ്പെടേണ്ടെന്നും നിനക്ക് കളിക്കാൻ ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെയുള്ള ഗ്രൗണ്ടുകളിൽ ഞാൻ കൊണ്ടുപോകുമെന്നും ആയിരുന്നു. അതോടെയാണ് കുടുംബവുമായി നാട്ടിലേക്ക് മടങ്ങിയതെന്ന് സാംസൺ പറയുന്നു. ഒപ്പം കളർച്ചു വളർന്ന അനുജൻ്റെ സ്വപ്നതുല്യമായ നേട്ടങ്ങൾ ഇനിയും തുടരുമെന്ന ആത്മവിശ്വാസമാണ് ക്രിക്കറ്റ് താരമായ സഹോദരൻ സാലി സാംസണും പങ്കുവയ്ക്കുന്നത്. സഞ്ജുവിൻ്റെ മികവ് പൂർണ്ണമായും പ്രകടിപ്പിക്കുന്ന കളി ഇനിയും വന്നിട്ടില്ലെന്നും ഇനിയൊരു 6 വർഷം ഇന്ത്യൻ ക്രിക്കറ്റിൽ സഞ്ജുവിൻ്റെ കാലമാകുമെന്നുമാണ് പ്രതീക്ഷ എന്നും പരിശീലകൻ ബിജു ജോർജ് പറഞ്ഞു.